നമസ്കാരം. ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 6-ന് പുതിയ ചിത്രത്തിൽ അഭിനയിക്കാനൊരുങ്ങുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് തടസ്സമായി നിയമക്കുരുക്കുകൾ. കേന്ദ്ര സംസ്ഥാന മന്ത്രി പദത്തിലുള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം സാധ്യമല്ലെന്ന് ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാരി പറയുന്നു. സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ആചാരി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കേന്ദ്ര സംസ്ഥാന മന്ത്രി പദത്തിൽ ഉള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം സാധ്യമല്ല. അവധിയെടുത്തു പോലും മറ്റു ജോലിക്ക് പോകാൻ പാടില്ല. സിനിമയോ അധ്യാപനമോ മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്ക് സാധിക്കില്ല. മുഴുവൻ സമയ ജോലിയായാണ് മന്ത്രി പദത്തെ കാണേണ്ടത്. PDT ആചാരി പറയുന്നു. മഹീന്ദ്ര കമ്പനിയുടെ ഇലക്ട്രിക് ഓട്ടോ വാങ്ങി ജീവിതം പ്രതിസന്ധിയിൽ. 3 ഓട്ടോറിക്ഷ ആക്രി വിലയ്ക്ക് വിറ്റു. ജീവിതം തുലാസിലായ ഒരു വിഭാഗം ഉടമകൾ ഷോറൂമിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ നിന്നുള്ള ഉടമകളാണ് തങ്ങളുടെ വാഹനവുമായി താഴെവെട്ടിപ്പുറത്തുള്ള ഷോറൂമിന് മുന്നിൽ എത്തിയത്. SP ഓഫീസിന് സമീപം നിന്ന് മാർച്ച് ആരംഭിച്ചു. മഹീന്ദ്ര ഷോറൂമിനു മുന്നിൽ സമാപിച്ചു. എറണാകുളം ജില്ലയിൽ നിന്നുള്ളവർ വരെ മാർച്ചിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. കൃത്യമായ ഈടില്ലാതെ വായ്പ നൽകിയതും നിരവധി കളക്ഷൻ ഏജന്റുമാരെ നിയോഗിച്ച് കോടികൾ നഷ്ടമാക്കിയതുമാണ് BJP നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ സഹകരണ സംഘം സാമ്പത്തികമായി തകരാനിടയാക്കിയതെന്ന് സഹകരണ വകുപ്പിന്റെ കണ്ടെത്തൽ. BJPയുടെ സംസ്ഥാന ജില്ലാ നേതാക്കളാണ് കൂടുതലും ഇവിടെ നിന്ന് അനധികൃതമായി വായ്പയെടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തത്. 50 ലക്ഷം വരെ വായ്പയെടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരുണ്ട്. 41.73 കോടിയുടെ നിക്ഷേപമാണ് സംഘത്തിൽ. 32.01 കോടിയുടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായതോടെയാണ് പ്രതിസന്ധിയിലായത്. ആമയിഴഞ്ചാൻ തോടിൽ റെയിൽവേ കോമ്പൗണ്ടിനുള്ളിലെ തുരങ്കം ഉൾപ്പെടെ പഴവങ്ങാടി ഭാഗം ശുചീകരിക്കുന്നതിന് 63 ലക്ഷം രൂപയുടെ പദ്ധതിക്ക് ഇറിഗേഷൻ വകുപ്പിന് അനുമതി. ശുചീകരണ തൊഴിലാളി മുങ്ങി മരിച്ച സംഭവത്തെ തുടർന്ന് പഴവങ്ങാടി തോട് ശുചീകരണത്തിനുള്ള വിവിധ തീരുമാനങ്ങൾ സർക്കാർ കൈക്കൊണ്ടിരുന്നത്. ഇതിന്റെ തുടർച്ചയായാണ് റെയിൽവേയുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്തടക്കം മാലിന്യം നീക്കി തോടിന്റെ ഒഴുക്ക് സുഗമമാക്കാനുള്ള നടപടികൾ. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലൂടെ ഒഴുകുന്ന 130 മീറ്റർ ടണലിലെ മാലിന്യം ഇറിഗേഷൻ വകുപ്പിന്റെ സഹായത്തോടെ യന്ത്രങ്ങൾ ഉപയോഗിച്ചു നീക്കാൻ 3 മാസത്തെ സമയമാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. തലസ്ഥാനത്ത് തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. തിരുവനന്തപുരം, കരമന, കൈമന മേഖലകളിലാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. 32 പേരെയാണ് തെരുവുനായ കടിച്ചത്. ചിറമുക്ക് മുതലുള്ള പ്രദേശങ്ങളിൽ നായ ആളുകളെ കടിച്ചിട്ടുണ്ട്. ഇവരെയെല്ലാം ഒരു നായ തന്നെയാണ് കടിച്ചതെന്നാണ് വിവരം. പരിക്കേറ്റവർ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും ചികിത്സ തേടിയിട്ടുണ്ട്. ചലച്ചിത്ര താരം ശ്രീനാഥ് ഹോട്ടൽ മുറിയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവം CBI അന്വേഷിക്കണമെന്ന് ശിവസേന സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ. ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണത്തിനിരയായി മരിച്ചതാണോ എന്ന് സംശയമുണ്ടെന്നും അതിനാൽ കേസ് CBIക്ക് കൈമാറണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വർക്കല പാപനാശം ടൂറിസം സെക്ടറിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന 2 റിസോർട്ടുകൾ നഗരസഭ പൂട്ടി. തിരുവമ്പാടി ബീച്ച് മേഖലയിലുള്ള ബ്ലാക്ക് ബീച്ച് റിസോർട്ട്, ജയറാം കഫേ എന്നീ സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടിച്ചത്. നഗരസഭയുടെ വിലക്ക് ലംഘിച്ച് നടപ്പാതയിലും കടൽ തീരത്തേക്കും ഇറക്കി നിർമ്മാണ പ്രവർത്തനം നടത്തിയെന്ന് കണ്ടെത്തിയാണ് നടപടി. സ്ഥാപന ഉടമകളും ജീവനക്കാരും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തു വന്നു. നഗരസഭയുടേത് ഏകപക്ഷീയമായ നടപടിയെന്ന് ആരോപിച്ചാണിത്. തുടർന്ന് വർക്കല പോലീസിന്റെ സാന്നിധ്യത്തിൽ നഗരസഭ അധികൃതർ നടപടികൾ പൂർത്തിയാക്കുകയായിരുന്നു. വിൽപ്പനയ്ക്കായി കൈവശം സൂക്ഷിച്ച 2.617 ഗ്രാം MDMA-യുമായി പ്രതികൾ അറസ്റ്റിൽ. മയക്കുമരുന്നുൾപ്പെടെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ മേനംകുളം സ്വദേശി അഭിലാഷ്, പള്ളിത്തുറ വിളയിൽക്കുളം സ്വദേശി കൃഷ്ണ S. ബാബു എന്നിവരാണ് കഴക്കൂട്ടത്ത് നിന്ന് പിടിയിലായത്.
എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ AP ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴക്കൂട്ടത്ത് നടത്തിയ പരിശോധനയിലാണ് MDMA കണ്ടെത്തിയത്. സംവിധായകൻ രഞ്ജിത്തിനെ സംരക്ഷിക്കാൻ 4.5 വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച കുറ്റകൃത്യത്തെ മറയ്ക്കാൻ ശ്രമിച്ച മന്ത്രി സജി ചെറിയാനെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ചിൽ അദ്ദേഹത്തിന്റെ കോലം കത്തിച്ചു. ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2 വ്യാപാര സ്ഥാപനങ്ങൾ കുത്തിത്തുറന്ന് 2 ലക്ഷത്തിലേറെ രൂപ കവർന്നു. ശനിയാഴ്ച പുലർച്ചെയോടെയാണ് മോഷണം. ബാലരാമപുരം ഷാലി ഗോത്രത്തെരുവിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണൻ ഹാൻഡ്ലൂമിൽ നിന്ന് 1.5 ലക്ഷം രൂപയും എരുത്താവൂരിലെ മണപ്പാട്ടിൽ സൂപ്പർമാർക്കറ്റിൽ നിന്ന് 60,000 രൂപയും മോഷ്ടിച്ചത്. പോലീസ് ഊർജിത അന്വേഷണം നടത്തിവരുന്നു. ഇന്ത്യൻ ജനാധിപത്യം പരിവർത്തനത്തിന് വിധേയമാക്കണമെന്ന് പ്രമുഖ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ അഭിപ്രായപ്പെട്ടു. ഗാന്ധി മിത്ര മണ്ഡലം P ഗോപിനാഥൻ നായർ നാഷണൽ ഫൗണ്ടേഷന്റെ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 1 ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ആത്മാവ് കവർന്നെടുക്കുന്ന സംഭവ വികാസങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് നിരാശാജനകമാണ്. ജനാധിപത്യത്തിന്റെ കാവലാളാകേണ്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തങ്ങളുടെ കർത്തവ്യം വിസ്മരിച്ച് പണാധിപത്യത്തിലൂടെ അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള വഴി തുറക്കുന്നതും നാം കാണേണ്ടി വന്നെന്നും പ്രശാന്ത് ഭൂഷൺ പറഞ്ഞു. കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥി വീട്ടിലെ ശൗചാലയത്തിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ. ആത്മഹത്യക്ക് കാരണം റാഗിംഗ് ആണെന്നാരോപിച്ച് വിദ്യാർത്ഥിയുടെ ബന്ധുക്കളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും ചേർന്ന് മൃതദേഹവുമായി വണ്ടിത്തടത്തെ കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ചു. വെള്ളാർ ക്രാഫ്റ്റ് വില്ലേജ് റോഡിൽ കൈതവിളാക്കത്ത് ബിജുവിന്റെയും രാജിയുടെയും മകൻ ബിജിത് കുമാർ ആണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. വണ്ടിത്തടം MG കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ പോളിടെക്നിക് വിദ്യാർത്ഥിയായിരുന്നു മരിച്ച ബിജിത്ത്. വെള്ളനാട് കമ്പനിമുക്കിന് സമീപം മിത്രാനികേതനിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ പോത്ത് ചത്തു. മിത്രാനികേതൻ റോഷി ഭവനിൽ ക്ഷീരകർഷകനായ ജോൺ റോസിന്റെ 1 വയസ്സ് പ്രായമുള്ള പോത്തിനെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നത്. വീടിന്റെ പരിസരങ്ങളിൽ അജ്ഞാത ജീവിയുടേത് എന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തി. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.